അപ്പൊ ഇവിടെ PVC അതിന് പറയുന്ന രണ്ടാമത്തെ ഫേസ് ആണ്. നമ്മളെ സിസ്റ്റം പറഞ്ഞിരിക്കുന്ന ഫേസ് ആണ് നമ്മളുമായിട്ട് ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ വിപണിയായിട്ട്, വ്യക്തിപരമായിട്ട് ഒരാളോടല്ല പറഞ്ഞത്. ബൈ എംപവറിങ് ക്രിയേറ്റേഴ്സ്, പ്ലെയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ആളുകളെ എംപവർമെന്റ് വേണ്ടിയിട്ട്, ക്രിയേറ്റേഴ്സിനെ, അതായത് മെറ്റാവേഴ്സിനകത്ത് ക്രിയേഷൻ, പല രീതിയിലുള്ള ക്രിയേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് PVC ഉപയോഗിക്കുന്ന ഒരു കാലം. അതിൽ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാർ, അതിലെ കളിക്കാർ, അത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഓൾറെഡി നമ്മളെല്ലാം PVC ഇപ്പം നിലവിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ്, നമ്മൾ പ്ലെയേഴ്സ് അല്ല, ക്രിയേറ്റേഴ്സ് അല്ല. അവർ വിപണിയിലുണ്ട് ഇപ്പോൾ ഓൾറെഡി. അവരെ PVC കൊണ്ടുവരുന്ന കാലമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം. PVC ഈസ് ഫോർ ബെറ്റർ ലിവിങ് എന്ന് അവർ പറഞ്ഞു. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, പേഷ്യൻ്റോട് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്കത് നേടിത്തരാം. അത് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാലാണ് ഈ വരുന്ന സമയം. അത്രയും ഇമ്പോർട്ടൻ്റ്. ആർമിക്ക് ചെയ്യാൻ പറ്റുന്നതും PVC പേൾവിന് ചെയ്യാൻ പറ്റുന്നതിനും നമുക്കറിയാം എത്രത്തോളം പരിമിതികളുണ്ട്. ആർമിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി എന്താണ്? PVC ക്കും $100 ബില്യൺ റിസർവ് കറൻസി സൂക്ഷിക്കുന്ന പേൾവിൻ ഇന്റർനാഷണൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? അത് ഏറ്റവും മഹത്തരമായ കാര്യങ്ങളാണ്. അവിടെ ആർമിയിൽ ചില റോളുകൾ എടുക്കുന്നു എന്ന് മാത്രം. കാരണം ഇതിന്റെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മദർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേൾവിൻ ഇന്റർനാഷണൽ ആണ്. $100 ബില്യൺ. എന്തുകൊണ്ടാണ് അവർ അത്രയും ധൈര്യത്തിൽ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ പ്ലെയേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും എന്ന് അടിച്ചു പറയാൻ കാരണം എന്താണ്? അവരെ പവർ എന്താണ്? ഈ $100 ബില്യൺ സ്റ്റോക്കാണ്, അവരുടെ ബ്ലോക്ക് ചെയിനകത്തുള്ള സ്റ്റോക്കാണ്. അന്ന് അവര് DP പ്രോഗ്രാമിൽ പഴയ ആൾക്കാർ ഉള്ളവർ ചോദിച്ചാൽ അറിയാം. അന്ന് DPന്റെ $100 ബില്യൺ ഡീപ്പർ എഴുതിയതിന്റെ തൊട്ട് താഴെ ഒരു കാര്യം കൂടി അവർ എഴുതി പിടിപ്പിച്ചിരുന്നു. DP ഈസ് ഓൾസോ ദ ലാർജസ്റ്റ് റിസർവ് കറൻസി ഇൻ ദ വേൾഡ്. അത്ര ധൈര്യമുള്ള എത്ര കമ്പനികൾ ഉണ്ടായിരുന്നു ഇവിടെ? DP ഈസ് ഓൾസോ ദ ലാർജസ്റ്റ് റിസർവ് കറൻസി ഇൻ ദ വേൾഡ്. അന്ന് KYC സ്വീകരിക്കുന്ന കറൻസി. ലോകത്തിൽ ഇങ്ങനെ ഒരു റിസർവ് ഉള്ള ഒരു കറൻസി ഇല്ല എന്ന് അവർ പറഞ്ഞിരുന്നു. ലാർജസ്റ്റ്, ഏറ്റവും വലിയ, അത്രയും വലിയൊരു എന്താ പറയണ്ടേ, ഒരു അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ പ്രൊമോഷൻ പ്രോഗ്രാമിൽ മാത്രമാണ് ആർമി അണിനിരക്കുന്നത്, അതിന്റെ ലീഡേഴ്സ് അണിനിരക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനം മതിയോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. കാരണം സിസ്റ്റം ഇനി പോകാൻ പോകുന്നത് എ ന്യൂ മോഡൽ ഓഫ് പേയ്മെന്റ് സിസ്റ്റം. ലോകത്ത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള, ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു. ആദ്യം മുതൽ പറയുന്നതാണ്, അവിടത്തേക്കാണ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ നോട്ടിൽ നിന്ന് നമുക്ക് ഇന്ന് ഡിജിറ്റലായിട്ട് നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ചെയ്യുന്ന പോലെ പിന്നീട് നമ്മൾ DP ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പല ആൾക്കാർക്ക് അറിയാം, DPയിൽ കൂടി നമ്മൾ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ബാങ്ക് വിഡ്രോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വിർച്വൽ വേൾഡിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാവേഴ്സ് വിർച്വൽ വേൾഡിൽ ഒരു ബാങ്കിങ് സിസ്റ്റം PVC കൊണ്ടുവരാൻ പോകുന്നു. ഒരു പേയ്മെന്റ് സിസ്റ്റം മാത്രമല്ല, PVC to penetrate to various other extend into each and every sector of the digital economy. ഇല്ലല്ലോ, എഴുതിയ കാര്യമാണ്, സിസ്റ്റം എഴുതി കാണിച്ച കാര്യങ്ങളാണ്. ഈച്ച് ആൻഡ് എവരി സെക്ടർ ഓഫ് ദ ഡിജിറ്റൽ എക്കണോമി. ഡിജിറ്റൽ എക്കണോമിയിൽ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ പ്രവർത്തിക്കാൻ PVC റെഡി ആയിരിക്കുന്നു. ഈ ഡിജിറ്റൽ ലോകത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പേൾവിൻ ഇന്റർനാഷണൽ. നമുക്കറിയാം, നമ്മൾ ഗ്രേറ്റ് ലീഡേഴ്സ് പല പ്രാവശ്യം മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞാണ്, വിർച്വൽ ബാങ്കിങ് വരാൻ പോകുന്നു. അതിന്റെ യൂസ് കേസിന് വേണ്ടി PVC ഉപയോഗിക്കുന്നു. വിർച്വൽ ബാങ്കിങ് നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിയോ ബാങ്ക്സ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. വിർച്വൽ ഡിജിറ്റൽ നിയോ ബാങ്ക്സ്, അത് വലിയ രീതിയിൽ പ്രചാരത്തിൽ വരാൻ പോകുന്നു. പേൾവിന് സ്വന്തം ഡിജിറ്റൽ ബാങ്ക് നിയോ ബാങ്ക് വരാൻ പോകുന്നു.
Web3 കംപ്ലീറ്റ് ആ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് പേൾവൈൻ ബാങ്കിങ് സെക്ടറിലേക്ക് കടക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം മതിയോ? കാരണം എന്താ, വേൾഡ് വൈഡ് ആയിട്ട് ഇവർ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കാത്ത പല ആളുകളും പേൾവൈൻ്റെ PVC മറ്റും ഉപയോഗിച്ച് തുടങ്ങും. ഇ-കൊമേഴ്സിന് ഉപയോഗിക്കുന്ന നമുക്കറിയാം. ഭംഗി വരാൻ പോകുന്നു. ഇ-കൊമേഴ്സ് ഭംഗി വരാൻ പോകുന്നു. അതുപോലെ ഗെയിം പ്ലാറ്റ്ഫോം, മൾട്ടിപ്ലെയർ ഗെയിം വരാൻ പോകുന്നു, യൂസേജ് വരാൻ പോകുന്നു. നമുക്കറിയാം, നമ്മളിപ്പോ നമ്മളെ ഗ്രൂപ്പിനകത്ത് ഗെയിം കളിക്കുന്ന ആൾ വളരെ വിരളമായിരിക്കും. അങ്ങനെയുള്ള ആളുകളിലേക്ക് PVC മറ്റെത്താൻ പോകുന്നു. ടീമിലെ മെമ്പർമാരെ എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന മാത്രമല്ല, ടീമിനെ മെമ്പേഴ്സിനെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മെറ്റാ ആർമി പുതിയൊരു റാങ്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്, എലവേറ്റർ. കാരണം നമുക്ക് കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാവേണ്ടത് ആവശ്യകത വന്നിരിക്കുന്നു. എലവേറ്റർ ഏകദേശം നമുക്കറിയാം 3 പേര് ഇപ്പൊ എലവേറ്റർ റാങ്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അവർക്ക് സ്പെഷ്യൽ പരിഗണന. കഴിഞ്ഞ ഒരാളും കൂടി ക്വാളിഫൈ ചെയ്തിട്ട് 4 പേരെ, ടോട്ടൽ 4 പേര് ഇന്നിപ്പോ എലവേറ്റർ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അവരെ മെറ്റാ ആർമി വളരെ കൂടുതൽ പരിഗണിക്കും. കാരണം എന്താണ്, അവർ വലിയ രീതിയിലേക്ക് വളരാൻ പോകുന്ന ആളുകളാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, മെറ്റാക്രാഷ് റീക്വാളിഫൈ ചെയ്യുന്നുണ്ട്, ജൂനിയർ മെറ്റാക്രാറ്റ് ആവുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പുതിയ കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്, പുതിയ കമ്മ്യൂണിറ്റി. കാരണം 85 ലക്ഷം കമ്മ്യൂണിറ്റി ഓൾറെഡി പേൾവൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ വെറും 2 ലക്ഷം സംതിങ് ആളുകൾ മാത്രമാണ് PVC മറ്റുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റർ ആയിട്ടുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ നിരവധി ആളുകൾ ഇതിലേക്ക് കടന്നു വരും. നമുക്ക് അറിയാം, പണ്ട് DP പ്രോഗ്രാമിൽ 65 ലക്ഷം ആളുകൾ ഉണ്ടായ സമയത്ത് ഒരു ദിവസം സിസ്റ്റം അനൗൺസ് ചെയ്യുന്നു, നമ്മൾക്ക് ഇനി കമ്മ്യൂണിറ്റി ആവശ്യമില്ല, ഞങ്ങൾ ആഗ്രഹിച്ച കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഓൾറെഡി ആയിക്കഴിഞ്ഞു 65 ലക്ഷം. 65 ലക്ഷം അന്ന് ആ ഡിജിറ്റ് നമ്മൾ എല്ലാവരും പുതിയതായിട്ട് ID അടിക്കുമ്പോൾ ആ നമ്പറാണ് നമുക്ക് കണ്ട 65 ലക്ഷത്തി സംതിങ് ആയിട്ടുള്ള ഒരു ID നമ്പർ വെച്ചിട്ടാണ് പുതിയ ആളുകൾ നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത് നമുക്ക് ആളുകളിന് ആവശ്യമില്ല. എല്ലാവരും സ്റ്റക്കായി. അന്നത് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചോദിച്ചാൽ മതി, സ്റ്റക്കായി, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല, വളരെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇനി കമ്മ്യൂണിറ്റി ആവശ്യമില്ല, അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് കൊണ്ടുവരണ്ടേ, പുതിയ ആളെ കൊണ്ടുവരണ്ടേ എന്നുള്ള കൺഫ്യൂഷനായി. ഇല്ലെങ്കിൽ പുതിയ ആളുകൾ വന്നില്ലെങ്കിൽ എങ്ങനെ ഈ സിസ്റ്റം അടുത്ത ലെവലിലേക്ക് പോകും? പിന്നീട് 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചത് 20 ലക്ഷം പുതിയ ആളുകൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വന്നു. 20 ലക്ഷം ആളുകൾ പുതിയതായിട്ട്. 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ നമ്പർ 85 ലക്ഷമായി. അപ്പോഴെന്ത് ചെയ്തു, നമ്മളെ ലീഡേഴ്സ് അന്വേഷണം തുടങ്ങി, ആരാണ് ഈ 85 ലക്ഷം ആളുകൾ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബിറ്റ് കോയിൻ മർജ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരാണ്. ബിറ്റ് കോയിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മർജ് ചെയ്ത ആളുകളാണ് 20 ലക്ഷം ആൾക്കാർ. നമ്മൾ എന്തായാലും മനസ്സിലാക്കണ്ടേ, 20 ലക്ഷം ആളുകളെ ബിറ്റ് കോയിന് മർജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം അത് ആരതായിരിക്കും? തീർച്ചയായും ഉറപ്പാണ് ഇതെല്ലാം ഒരേ ഫാമിലിയിൽ നിന്നുണ്ടായതാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ID പരിശോധന തുടങ്ങി. നമ്മൾ ആദ്യം മുതൽ 15 ഡിജിറ്റിന്റെ ആദ്യ നമ്പർ മുതൽ നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങി. അത് നമുക്ക് DP അയക്കാൻ നമ്മൾ നമ്പർ കൊടുത്ത ആളെ പേര് കാണും, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം മുതൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, തുടക്കം കൊടുത്ത് കുറേ നമ്പറുകൾ കൊടുത്തപ്പോൾ ഒരു ആയിരക്കണക്കിന് നമ്പർ കഴിഞ്ഞപ്പോൾ ഒരു 1, അതായത് 11 ഡിജിറ്റ് കഴിഞ്ഞിട്ട് 1 എന്നുള്ള പേര് വന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഡാനിയൽ ജോൺസൺ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരുപാട് ആ സമയത്ത് ആളുകൾക്ക് സെൻഡ് ചെയ്താണ്, ഡോക്ടർ ഡാനിയൽ ജോൺസൺ. അതിനുശേഷം ഏകദേശം 7000-ഓളം ID, പല രാജ്യങ്ങളിലുള്ള പേരുകൾ, പല പേരും വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു പേരും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേര് പോലും ഉണ്ടായിട്ടില്ല. 7000 സംതിങ് പേരിന് ശേഷമാണ് നമ്മൾ ഇന്ത്യയിലുള്ള നീരജ് ഗുപ്ത ഫാമിലി എന്ന ഒരു ഫാമിലിയിലെ നിരവധി ഗുപ്തമാരെ നമ്മൾ കാണുന്നത്. ഇന്ന് ആ ഗുപ്തക്ക് ഇന്ന് സ്വന്തമായിട്ട് ഡൽഹിയിൽ IT കമ്പനിയിലുള്ള ആളാ, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കുന്ന ആളാണ് നീരജ് ഗുപ്ത സാറ്. അതുപോലെ ഇന്ന് സിനിമ പ്രൊഡക്ഷൻ വലിയ ഒരു ഒരു വ്യക്തിയും കൂടിയാണ്. പ്രൊഡക്ഷൻ അതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹിത്വമൊക്കെ വഹിക്കുന്ന ആളാണ്. സ്വന്തമായിട്ട് IT കമ്പനി ഉണ്ട്. ഡൽഹിയിലുള്ള പല പ്രോഗ്രാമിലും ഒരു IT എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന അദ്ദേഹത്തിനാണ്, നീരജ് ഗുപ്ത സാറിനാണ്.
മാത്രമല്ല 100 കണക്കിന് ഐഡികൾ അന്ന് ഗൂഗിളിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ID നമ്പർ അടിക്കുമ്പോൾ ഗൂഗിൾ, പിന്നെ VIP യൂസേഴ്സ്, VVIP യൂസർ എന്നുള്ള രീതിയിൽ കുറേ യൂസർമാർ. ഇതൊക്കെ വിശ്വസിച്ച് നിന്ന ആളുകൾ ഇന്ന് വളരെയധികം ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. എന്നാണ് ശരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളാണ് പേൾ വേനിനെ സംബന്ധിച്ചും PVC മെറ്റലിനെ സംബന്ധിച്ചും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്.